ഇക്കഴിഞ്ഞ ഒക്ടോബർ 10 മുതൽ ഹമാസും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാറിലേക്ക് ഒപ്പുവെച്ചതിനെ തുടർന്ന് ഗാസയിൽ സമാധാനം പുലർന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു സമാധാനം വെടിനിർത്തൽ കരാറിലേക്ക് ഹമാസും ഇസ്രയേലും എത്തുമ്പോൾ തന്നെ നമ്മെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ ഇസ്രയേൽ ഈ സീസ്ഫയറിനെ വയലേറ്റ് ചെയ്യുമെന്നും തീർച്ചയായും അവർ അവരുടെ ബന്ദികളെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ യുദ്ധം പുനരാരംഭിക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ മുമ്പുള്ള വെടിനിർത്തലുകളൊക്കെ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാണ് മുമ്പുള്ള എല്ലാ വെടിനിർത്തൽ കരാറുകളെയും ഇസ്രയേൽ ലംഘിക്കുകയും വീണ്ടും ആക്രമണം പുനരാരംഭിക്കുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നത്. എന്നാൽ മുമ്പ് അമേരിക്കയും ഖത്തറുമൊക്കെ ഇടയാളന്മാരായിട്ടുള്ള വെടിനിർത്തൽ കരാറുകൾ നിലവിൽ വന്നതുപോലെയല്ലെന്നും ഈ വെടിനിർത്തൽ കരാറിന് ഗാസയിൽ ഞാൻ സമാധാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈജിപ്തിലേക്ക് ഭൂജാതനാവുകയും അങ്ങനെ ഈജിപ്തിലെത്തിക്കൊണ്ട് വളരെ ലോക നേതാക്കളെയൊക്കെ വിളിച്ചിരുത്തി പത്രമാധ്യമങ്ങളെയൊക്കെ കൊണ്ടുവന്ന് വളരെ വലിയ ഒരു സൈനിങ് സെറിമണിയൊക്കെ നടത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായ ഒരു കരാറായതുകൊണ്ട് തന്നെ മുമ്പുള്ള വെടിനിർത്തൽ കരാറിനെ അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാവശ്യമുള്ള വെടിനിർത്തൽ കരാറിനെ ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേലും അല്പമെങ്കിലും ആദരിക്കുമായിരിക്കും, ബഹുമാനിക്കുമായിരിക്കും, അതിൻ്റെ നിയമങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കുമായിരിക്കുമെന്ന് എന്നെപ്പോലെയുള്ളവർ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് കരുതിയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ എന്നെപ്പോലെയുള്ളവർക്ക് അത് തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്രയേൽ അതിൻ്റെ തനി സ്വഭാവം എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്നലെ രാത്രി മുഴുവനും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലോക നേതാക്കളെ മുഴുവനും വിളിച്ചിരുത്തിയ ഒരു കേസായതുകൊണ്ട് ഇതിന് അല്പമെങ്കിലും ദൈർഘ്യമുണ്ടാകുമെന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഇന്നലെ ഇസ്രയേൽ ഗാസയിൽ ഉടനീളം 20ഓളം അതിശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തി എന്നുള്ളതാണ്. അവർ പറയുന്നത് ഹമാസ് റഫയിൽ ഞങ്ങളുടെ ഒരു ട്രൂപ്സിന് നേരെ, പട്ടാളങ്ങൾക്ക് നേരെ, IDFന് നേരെ ആക്രമണം അയച്ചുവിട്ടെന്നും എന്നിട്ട് ഞങ്ങളുടെ 2 പട്ടാളക്കാർ മരിച്ചുപോയെന്നും ഹമാസിനെതിരെ ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഗാസയിൽ ഉടനീളം വ്യോമാക്രമണം അയച്ചു വിട്ടിട്ടുള്ളത്. എന്നാൽ ഇതിനിടക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുവാൻ ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ ടീമും ചർച്ച നടത്തിയെന്നും അതിനുശേഷം സീസ്ഫയർ പൂർണ്ണമായും ലംഘിക്കുവാനും അത് നിർത്തലാക്കുവാനും തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത്.